ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പിനാക്കിൾസ് വേൾഡ്. ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതൊരു മഴ പെയ്ത്. അത് കാരണം നന്നായിട്ട് കിളിച്ച് നിന്നിരുന്ന എൻ്റെ തക്കാളി തൈകളാണ് അതെല്ലാം രാവിലെ നോക്കിയപ്പോൾ തല കുത്തി കിടക്കുന്നു. ഈ കാഴ്ച കണ്ട് സത്യം പറയാമല്ലോ, എനിക്കങ്ങ് സങ്കടവും വന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഇതിനൊരു സപ്പോർട്ട് കൊടുത്തു. ആ സപ്പോർട്ട് കൊടുക്കുന്ന വീഡിയോ എനിക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ അതിന് ശേഷം വിചാരിച്ച് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തേക്കാം. എൻ്റെ ഇതേ അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഇത് ചെറിയ തൈകളാണെങ്കിലും നിറയെ പൂത്തിട്ടുണ്ട്. ഇത് നിറയെ പൂത്ത് എല്ലാ തൈകളും നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് പൂക്കാനൊക്കെയുള്ള ടിപ്പുകളുണ്ട്. അതൊക്കെ ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാവേ. ഇത് ഞാൻ ആദ്യമേ നട്ട തക്കാളി ചെടികളാണ്. ഇതിപ്പം ചെറിയ തൈ നട്ടതാണ്. ഇത് ദാണ്ട നല്ല തക്കാളി ചെടികളായിട്ടുണ്ട്. ഇതിൽ പൂക്കളെല്ലാം വന്ന് നന്നായിട്ട് കായ്ച്ച് നിൽപ്പുണ്ട്. പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, പൂത്ത് നന്നായിട്ട് തക്കാളി പൂക്കുന്നുണ്ട്, പക്ഷേ കായാകുന്നില്ല, അപ്പോഴത്തേന് കൊഴിഞ്ഞു പോകുന്നെന്ന്. അതിനൊക്കെയുള്ള നല്ല ചെറിയ ചെറിയ ടിപ്പുകളുണ്ട്. അതെല്ലാം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പറയാവേ. ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ കൊടുത്ത സപ്പോർട്ടാണ്. നേരത്തെ ഇതിന് സപ്പോർട്ട് കൊടുത്തിരുന്നു. രണ്ട് സൈഡിലായിട്ട് സ്ട്രോങ് ആയിട്ട് 2 കമ്പുകൾ കുഴിച്ചിട്ട് ഇടയ്ക്ക് 2 ചെറിയ കമ്പുകളും കുഴിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും കണ്ടോ, 2 സൈഡിലായിട്ട് കമ്പ് കുഴിച്ചിട്ട് നടുക്ക് വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ചെടികൾ കാറ്റടിച്ചാലും മഴ പെയ്താലും ഇതിനുള്ളിൽ തന്നെ കിടന്നോളും, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിഞ്ഞു പോകത്തില്ല. പിന്നെ ഈ തക്കാളിയുടെ സ്റ്റെമ്മെന്ന് വെച്ചാൽ വളരെ വീക്ക് സ്റ്റെംസാണ്, അതിന് ഒട്ടും കട്ടിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഈ തക്കാളിക്ക പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ വേണ്ടുന്നത് ഇതിൻ്റെ കണ്ടോ, എൻ്റെ തക്കാളിയിലൊക്കെ നിൽക്കുന്ന തക്കാളിക്ക കണ്ടോ, ഇത് ചെറിയ തൈകളായിരുന്നു, നട്ടിട്ട് അധിക നാളായിട്ടില്ല. കണ്ടേ, നേരത്തെ തന്നെ പൂത്ത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്, കായ്കളൊക്കെ ഉണ്ട് നന്നായിട്ട്. ഇതിൻ്റെ വിളവൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇത് തക്കാളിക്ക് നിൽക്കുന്ന കണ്ടോ. അപ്പം നമ്മൾ വേണ്ടുന്നത് ഇതിൻ്റെ ഈ കട്ടിയുള്ള സ്റ്റെമ്മുണ്ടല്ലോ, ആ സ്റ്റെമ്മിൽ നിന്ന് ഒരു തുണി കെട്ടി നമ്മുടെ മെയിനായിട്ടുള്ള ഈ വേലി ഉണ്ടല്ലോ, തക്കാളി വീഴാതിരിക്കാനുള്ള വേലി, അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റെമ്മിൽ കെട്ടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കയറൊന്നും വെച്ച് ആരും കെട്ടരുത്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെമ്മിന് ഒട്ടും കട്ടിയില്ല, അതുകൊണ്ട് തുണി വെച്ച് മാത്രമേ കെട്ടാവൂ. അങ്ങനെ നമ്മൾ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത് അങ്ങോട്ട് കാറ്റടിച്ചാലും മഴ പെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായ്ഞ്ഞ് കിടക്കുവെന്നേ ഉള്ളൂ, സ്റ്റെം ഒടിഞ്ഞു പോകത്തില്ല. ഇപ്പം ഈ നിൽക്കുന്ന ചെറിയ ചെറിയ കായ്കളെല്ലാം ഇനിയും വലിയ കായാകുമ്പം അതിന് വെയിറ്റ് വെക്കും. അന്നേരമാണ് ഇതിന് സപ്പോർട്ട് കൂടുതൽ ആവശ്യം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാഞ്ഞ് കിടന്ന തൈകൾക്ക് ഞാൻ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. രാവിലെ എണീറ്റ് ചെയ്തതാണ്. 2 സൈഡിലായിട്ടും ഈ 2 വലിയ സ്ട്രോങ് കമ്പുകൾ കുഴിച്ചിട്ട് അതിൽ നിന്ന് ചെറിയ സപ്പോർട്ട് കമ്പ് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ തക്കാളിയുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ക്രോസ് ആയിട്ടുള്ള സപ്പോർട്ട് കമ്പ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഈ തക്കാളി ചെടികൾക്ക് ഒരുപാടങ്ങ് ഹൈറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഹൈറ്റിന് തക്കവണ്ണമാണ് ഞാൻ ഈ ക്രോസ് കൊടുത്തിരിക്കുന്നത്. ക്രോസ് ആയിട്ടൊരു കമ്പ് 2 സൈഡിൽ നിന്നും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് കമ്പ് 3 വീതം കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് ക്രോസ് ആയിട്ട് കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് ഇതിന് നടുക്കാണ്, 2 വേലിയുടെയും നടുക്കായിട്ടാണ്. ഇനി ഹൈറ്റ് വെക്കുമ്പം ഹൈറ്റിനനുസരിച്ച് ഈ പൊക്കത്തിൽ അടുത്ത ക്രോസ് കമ്പ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതിപ്പം ഞാൻ വീട്ടിലൊക്കെയുള്ള കമ്പുകളും മടലും ഒക്കെ എടുത്തിരിക്കുന്നത്. രാവിലെ ഈ കാഴ്ച കണ്ടപ്പോൾ ഉള്ള സങ്കടം കൊണ്ട് വലിയ കമ്പൊന്നും ശേഖരിക്കാൻ പോയില്ല, ഉള്ളതൊക്കെ കൊണ്ട് അങ്ങ് ചെയ്തതാണ്. കണ്ടിപ്പം ഇങ്ങനെ ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ തക്കാളി ചെടി കിടന്നോളും. പിന്നെ ഇനി ഇതിന് കുറച്ചും കൂടി ഹൈറ്റ് വെക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ട്രോങ് സ്റ്റെമ്മിൽ നിന്ന് എന്ത് ചെയ്യണം, തുണി വെച്ചിട്ട് ഒരു വള്ളി കെട്ടി നമ്മുടെ ഈ വേലിയിലോട്ട് ജോയിൻ ചെയ്യണം. അന്നേരം പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിഞ്ഞു പോകുമെന്നുള്ള പേടി വേണ്ട. കണ്ടോ, ഇതിലെല്ലാം പൂത്തിട്ടുണ്ട് തക്കാളി. ഇത് ചെറിയ തൈ, ഞാൻ ഈ അടുത്ത സമയത്ത് ഇതുപോലെ വേണം വള്ളി കെട്ടി കൊടുക്കാൻ.
അപ്പോൾ ദാണ്ട് ഇതിൽ കാ നിൽക്കുന്ന കണ്ടോ, കായുടെ വെയിറ്റ് കൊണ്ട് ഇത് ഒടിഞ്ഞു പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇതൊക്കെ ഇതുപോലെ നന്നായിട്ട് പൂത്ത് കായ്ക്കാനൊക്കെയുള്ള ടിപ്പുകളുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. എല്ലാ വീഡിയോസും കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോസും കാണണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം. വേണ്ടേ ഇതുപോലെയാണ് കണ്ടോ. ഇത് ആദ്യമേ നട്ട തക്കാളി ചെടി. അതുകൊണ്ട് ഇതിലെല്ലാം ഉണ്ട് നല്ലോണം. ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു തക്കാളി ചെടി ഞാൻ ടെറസിൽ കൊണ്ട് നട്ട്. ടെറസിലുള്ളതിന് നിറയെ ഉണ്ടായി. അതിൻ്റെ വിളവെടുക്കുകയും ചെയ്തു. അത് ആദ്യമേ തക്കാളിക്ക് ഉണ്ടായത് ടെറസിലാണ്. അത് കുറച്ചും കൂടി സൂര്യപ്രകാശം കൂടുതൽ കിട്ടുമല്ലോ, അതുകൊണ്ട്. ഇതിൽ നന്നായിട്ട് കായ്കൾ ഉണ്ടായിട്ടുണ്ടേ. വേണ്ടേ കണ്ടോ. ഇത് മൊത്തം പൂക്കളാണ്. അപ്പോൾ ഓക്കെ, ബൈ.